യൂണിറ്റ് 3 ഇൻ ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ, ഐക്യം എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. ഇൻ ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യത്തിൽ എന്നാണ്. ഇവിടെ നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഒരു വേർഡിങ്സ് തന്നിട്ടുണ്ട്. എന്താ അത്? ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. അതായത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വാക്കുകളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തികളുമെല്ലാം എന്താണ്? പരസ്പരം പൊരുത്തപ്പെട്ട് പോകുക എന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഒത്തൊരുമയിലൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചർ, ഹു ആർ ഹിഡൻ ഇൻ ദ പിക്ചർ, ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ദം. അതായത് ചിത്രം നോക്കിയിട്ട് ആരെല്ലാമാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുകയാണ്. അത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്യൂലോ. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന നായ്ക്കുട്ടി മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. അവൻ നല്ലൊരു ഭക്ഷണം ആസ്വദിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അതിനുശേഷമാണ് അവൻ മരത്തിൻ്റെ ചുവട്ടിൽ റെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ബീസ് ബസ് അറൗണ്ട് ഹിസ് ഹെഡ്. ബീസ് എന്ത് ചെയ്തു? ബീസ് എന്ന് പറഞ്ഞാൽ തേനീച്ച. ബസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂളുക കേട്ടോ. ബസ് അറൗണ്ട് ഹിസ് ഹെഡ്. അവൻ്റെ തലയ്ക്ക് ചുറ്റും മൂളിപ്പറന്നു. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ദയവ് ചെയ്ത് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞു റോക്കി. റോക്കി ക്ലോസ് ഹിസ് ഐസ്. റോക്കി കണ്ണുകൾ അടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്. മെല്ലെ പതുക്കെ അവൻ ഉറങ്ങാൻ തുടങ്ങി. എ ക്രോ വാസ് വാച്ചിങ് എവ്രിതിങ്. കണ്ടോ, പിക്ചറിൽ കണ്ടോ ക്രോനെയും അതുപോലെ തന്നെ റോക്കിനെ കാണാണ്ടല്ലേ, പിന്നെ ബീസിനെയൊക്കെ കാണാണ്ടല്ലേ. ഒരു കാക്ക ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. തേനീച്ചകൾക്ക് ചുറ്റും അവള് പറന്നു. റോക്കി വോക്കപ്പ്. റോക്കി ഉറക്കമുണർന്നു. ഡോണ്ട് അനോയ് മീ ഹി സെഡ്. എന്താ പറയുന്നത്? എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറയാണ്. അനോയ് എന്ന് പറഞ്ഞാൽ ശല്യം. ഓക്കെ, ഡോണ്ട് അനോയ് മീ, എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് അവൻ പറഞ്ഞു. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ റോക്കി ഡു? റോക്കി എന്തു ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ബീസും ക്രോയും അവന് തലയ്ക്ക് ചുറ്റും പറക്കല്ലേ. അപ്പോൾ അവരേനെ എന്ത് ചെയ്യണ്ടാവുക? അവരെ തുരത്തി ഓടിക്കുന്നുണ്ടാവും അല്ലേ. റോക്കി വിൽ ട്രൈ ടു ഗെറ്റ് റിഡ് ഓഫ് ദ ബീസ് ആൻഡ് ദ ക്രോ. എന്താണ്? റോക്കി തേനീച്ചകളെയും അതുപോലെ തന്നെ കാക്കയെയും തുരത്താൻ ശ്രമിക്കും അല്ലേ. അതല്ലേ ചെയ്യണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് എഴുതാം റോക്കി വിൽ ബാർക്ക് അറ്റ് ദ ബീസ് ആൻഡ് ദ ക്രോ. റോക്കി ബീസിനെ നോക്കിയിട്ടും അതുപോലെ തന്നെ കാക്കേനെ നോക്കിയിട്ടും കുരയ്ക്കുന്നുണ്ടായിരിക്കും. പേജ് നമ്പർ 64. ദ ചേസ്. ചേസ് എന്ന് പറഞ്ഞാൽ പിന്തുടരൽ. റോക്കി സോ എ കാറ്റ് ചേസിങ് എ സ്ക്വിറൽ. എന്താണ്? ഒരു പൂച്ച ഒരു അണ്ണാനെ പിന്തുടരുന്നത് റോക്കി കണ്ടു. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അവൻ കുറച്ച് തമാശയാക്കാമെന്ന് അവൻ വിചാരിച്ചു. ഹി ചേസ് ദ കാറ്റ്. അവൻ പൂച്ചേനെ പിന്തുടർന്നു. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. ദ കാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. എന്താണ്? എന്നെ വെറുതെ വിടൂ, ഞാൻ ആ അണ്ണാനെ പിടിക്കട്ടെ എന്ന് പറയുകയാണ് അല്ലേ. കാറ്റ് എന്താ ചെയ്തത്? ഹിസ്ഡ് എന്നാണ് അല്ലേ. ഹിസ്ഡ് എന്ന് പറഞ്ഞാൽ ചീറ്റ. പൂച്ച റോക്കിയുടെ നേരെ ചീറ്റിക്കൊണ്ട് പറഞ്ഞു. ബൈ ദെൻ ദ സ്ക്വിറൽ ഹാഡ് ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. ആ സമയം കൊണ്ട് അണ്ണാൻ എന്താണ്? ഒരു മരത്തിന് മുകളിലേക്ക് കയറി. ചിൽ 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 ഇറ്റ് മോക്ക്ഡ് ദ കാറ്റ്. എന്താണ്? ചിൽ 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 എന്ന ശബ്ദം ഉണ്ടാക്കിയിട്ട് അവൻ പൂച്ചേനെ കളിയാക്കി. ദ കാറ്റ് ആൾസോ ക്ലൈംബ്ഡ് അപ്പ്. പൂച്ച എന്ത് ചെയ്തു? മുകളിലേക്ക് കയറി. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ കാറ്റ്. റോക്കി പൂച്ചയെ നോക്കിക്കൊണ്ട് താഴെ നിന്നു. അവിടെ ഒരു സ്പീച്ച് ബബിൾ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് കാറ്റ് പറയുന്നത് എന്നുള്ളത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. എന്നെ വെറുതെ വിടൂ, ഞാൻ ആ അണ്ണാനെ പിടിക്കട്ടെ എന്നല്ലേ പറഞ്ഞത് കാറ്റ്. അതവിടെ എഴുതുക. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ ദ കാറ്റ് സേ ടു റോക്കി? പൂച്ച റോക്കിയോട് എന്തു പറയും എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും പറയുക? ദ കാറ്റ് വിൽ സേ വൈ ആർ യു ചേസിങ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. നീ എന്തിനാ എന്നെ പിന്തുടരുന്നത്? അണ്ണാനെ പിടിക്കാൻ എന്നെ അനുവദിക്കൂ എന്നായിരിക്കും പറയുക. പേജ് നമ്പർ 65. ദ കെയറിംഗ് ക്രോ. കെയറിംഗ് ക്രോ എന്ന് പറഞ്ഞാൽ കരുതലുള്ള കാക്ക. ദ സ്ക്വിറൽ ഡിസപ്പിയേർഡ് എമംഗ് ദ ലീവ്സ്. എന്താണ്? അണ്ണാൻ ഇലകൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. ഡിസപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക. ദ കാറ്റ് ലുക്ക് ഡൗൺ. കാറ്റ്
പൂച്ച താഴേക്ക് നോക്കി. ഹി സോ റോക്കി ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. കയറാൻ ശ്രമിക്കുന്നത് അവൻ കണ്ടു. ദ കാറ്റ് ജംപ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദ ട്രീ. അവളുടെ കൂട് ആ മരത്തിലായിരുന്നു. ഹെർ ചിക്സ് വേർ ഇൻ ഇറ്റ്. അവളുടെ കുഞ്ഞുങ്ങൾ അതിനുള്ളിലുണ്ടായിരുന്നു. ഷി വാസ് എഫ്രെയ്ഡ്. ഷി സ്റ്റാർട്ടഡ് സർക്കിളിംഗ് അറൗണ്ട് റോക്കി. എന്താണ്, അവള് പേടിച്ചു. എഫ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ പേടി, ഭയം എന്നൊക്കെ അർത്ഥം കേട്ടോ. അവള് ഭയന്നു. ഷി സ്റ്റാർട്ടഡ് സർക്കിളിംഗ് അറൗണ്ട് റോക്കി. റോക്കിക്ക് ചുറ്റും അവൾ വട്ടത്തിൽ പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. അതായത് റോക്കി അവൻ്റെ പുറം കാലുകളിൽ എഴുന്നേറ്റ് നിന്നു. ഹിൻഡ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ പുറം കാലുകൾ കേട്ടോ. അവിടെ സ്പീച്ച് ബബിൾ ഉണ്ട്. അവിടെ റോക്കി കാക്കോട് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഗോ എവേ, വൈ ആർ യു സർക്കിളിംഗ് അറൗണ്ട് മീ? ദൂരെ പോ, നീ എന്തിനാണ് എൻ്റെ ചുറ്റും വട്ടം വിട്ട് പറക്കുന്നത് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അതായത് ഇനി എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? നമുക്കൊന്നുമില്ലെങ്കിൽ എന്ത് എഴുതാം? റോക്കി വിൽ റൺ അവേ എന്ന് എഴുതാം. റോക്കി ഓടിപ്പോകും എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ദ ക്രോ വിൽ ട്രൈ ടു പ്രൊട്ടക്ട് ഹെർ നെസ്റ്റ് ഫ്രം റോക്കി. അതായത് കാക്ക അവളുടെ കൂടിനെ റോക്കിയിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിക്കും എന്ന് എഴുതാം. പേജ് നമ്പർ 66. ദ ഹംഗ്രി ക്രോ. ഹംഗ്രി ക്രോ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? വിശന്നു വലഞ്ഞ കാക്ക. റോക്കി വാക്ക്ഡ് ബാക്ക്. റോക്കി തിരിഞ്ഞു നടന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ. എന്താണ്? വെളിയിൽ വെച്ച് അവനൊരു എല്ല് കിട്ടി. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്. അതായത് അവൻ പുല്ലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എല്ല് ചവയ്ക്കാൻ തുടങ്ങി. വാ മഞ്ചി വൂഷ്. ഹി ക്ലോസ് ഹിസ് ഐസ് ഇൻ ജോയ്. എന്താണ്? അവൻ പറയുകയാണ് അല്ലേ, വാ എന്ത് നല്ല സ്വാദ്, നല്ല ഉഗ്രൻ എന്നൊക്കെ പറയുകയാണ്. ഹി ക്ലോസ് ഹിസ് ഐസ് ഇൻ ജോയ്. സന്തോഷം കൊണ്ട് കണ്ണുകൾ അടച്ചു. ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ. കാക്ക ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷീ വാസ് വെരി ഹംഗ്രി. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഷീ സ്നാച്ച് ദ ബോൺ ആൻഡ് ഫ്ലൂ എവേ. എന്താണ്? അവള് എല്ല് തട്ടിയെടുത്തിട്ട് ദൂരേക്ക് പറന്നു. ഹോ യു നോട്ടി ക്രോ, റോക്കി ബാർക്ക്ഡ്. എന്താണ്? ഓ വികൃതി കാക്കേ, റോക്കി കുരച്ചു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അവനറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. പല തവണ അവൻ മുകളിലേക്ക് താഴത്തേക്കും ചാടി. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. അവൻ്റെ തല ചൊറിഞ്ഞിട്ട് മണ്ണിൽ കിടന്ന് ഉരുണ്ടു. സ്ലോലി ഹി കാംഡ് ഡൗൺ. പതുക്കെ അവൻ ശാന്തനായി. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? റോക്കി ബാർക്ക്ഡ് എലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. വൈ? എന്തുകൊണ്ടാണ് റോക്കി കുരച്ചുകൊണ്ട് പല പ്രാവശ്യം മുകളിലേക്കും താഴേക്കും ചാടിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനായിരുന്നു? ബിക്കോസ് ദ ക്രോ സ്നാച്ച്ഡ് ദി ബോൺ ഫ്രം ഹിം. അതായത് കാക്ക അവൻ്റെ കയ്യിൽ നിന്ന് എല്ല് തട്ടിയെടുത്തു അല്ലേ, ആൻഡ് ഫ്ലൂ എവേ, എന്നിട്ട് പറന്നു പോയി. അതുകൊണ്ടാണ് അവൻ ബാർക്കിയും ജമ്പിയും ഒക്കെ ചെയ്തത് അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.